ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന എപ്പിസോഡുകളാണ് ചെമ്പനീർ പൂവിൽ വരും ആഴ്ചയിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയെ ചന്ദ്രോദയത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കുവാണ്. അതെങ്ങനെയാണെന്നല്ലേ, നമ്മുടെ മലേഷ്യ കഥയൊക്കെ സച്ചി പൊളിച്ചടുക്കുവാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബീരാൻ്റെ പെങ്ങളുടെ മോനെയാണ് അശോകൻ അങ്കിളുടെ മോള് കെട്ടാൻ വേണ്ടി പോകുന്നത്. അശോകൻ അങ്കിളുടെ മോളുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ ചന്ദ്രോദയത്തിൽ എല്ലാവരും ഫാമിലിയോടെ തന്നെയാണ് പങ്കെടുക്കാൻ പോകുന്നത് ഈ മാരേജിൽ. ഇവിടെയാണെങ്കിലോ ബീരാൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം ആയതുകൊണ്ട് ബീരാനാണ് എല്ലാം മുമ്പിൽ നിന്ന് നടത്തുന്നത്. കല്യാണ ദിവസം എത്തുന്നത് വരെ ബീരാനും ഇവരും ഫാമിലിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും കാണുന്നില്ലേ. അങ്ങനെ കല്യാണ ദിവസം എത്തുമ്പോഴേക്കും ചന്ദ്രോദയത്തിൽ എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ആയിട്ടൊക്കെ ഹോളിലോട്ട് വന്നെത്തുമ്പോഴേക്കും അശോകനങ്ങൾ എല്ലാവരും വിളിച്ച് അകത്തോട്ടിരുത്തുന്നുണ്ട്. പെങ്ങളുടെ മോൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ ബീരാൻ നല്ല ഓട്ടത്തിലാണ്. അടുക്കള കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ബീരാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീരാനും ഇവരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അവിടെ വെച്ച് ഇല്ലാതാവുകയാണ്. പക്ഷേ ശ്രുതി ബീരാനെ കാണുന്നുണ്ട്. ശ്രുതി ബീരാനെ കാണുന്നതും വല്ലാതെ ഷോക്കാവുകയാണ്. ഇയാൾ എന്താ ഇവിടെയെന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിക്കും. ബീരാനെ ഇവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കഥ അതോടെ തീർന്നു എന്ന് മനസ്സിലാക്കിയ ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബീരാനെ ഒരു അവസരം കിട്ടുമ്പോഴേക്കും മാറ്റി നിർത്തി കാല് പിടിച്ച് കരയുന്നുണ്ട്. ബീരാനെ, എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ട്. ബീരാൻ ഇവിടെ നിന്നും പോകണം, പ്ലീസ് ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നെ കുഴിയിലോട്ട് തോണ്ടിയിടല്ലേ ബീരാനെ എന്നൊക്കെ പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, ശ്രുതി എന്തായി പറയുന്നത്? ഇതെൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണമാ, ഞാൻ എങ്ങോട്ട് പോകാനാ? ഇത് ഞാനാണ് മുമ്പിൽ നിന്ന് നടത്തുന്നത് തന്നെ. ഫെബിൻ എനിക്ക് പെങ്ങളുടെ മോൻ മാത്രമല്ല എൻ്റെ മോനും കൂടിയാ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങോട്ട് മാറി നിൽക്കാനാ ശ്രുതി പറയുന്നത്? അതൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ മാറിപ്പോന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങളും എങ്ങോട്ട് പോകാനാ? എൻ്റെ ഫാമിലി മൊത്തം ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാ അശോകൻ അങ്കിൾ. ഫാമിലി പോലെയാ, അവരെ ഞാൻ എന്തും പറഞ്ഞാൽ ഇവിടെ നിന്ന് മാറ്റേണ്ടതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കാല് പിടിച്ച് കരയുവാണ് ബീരാൻ്റെ. പക്ഷെ ബീരാനാണെങ്കിലോ ശ്രുതിയുടെ കരച്ചിൽ കാണുമ്പോഴേക്കും കുറച്ച് മനസ്സലിയുന്നുണ്ട്. പക്ഷെ പെങ്ങളുടെ മോൻ്റെ കല്യാണം വിട്ടിട്ട് എവിടെയും പോകാൻ പോകുന്നില്ലെന്നും ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ബീരാനെ അവരുടെ കൺമുമ്പിലൊന്നും ചെന്ന് പെടാതിരുന്നാലെങ്കിലും മതി, പ്ലീസ് എനിക്ക് വേണ്ടി ഈ ഒരു സഹായമെങ്കിലും ചെയ്തതാ. അവരുള്ളപ്പോൾ അവരുടെ മുമ്പിലോട്ടൊന്നും പോകരുതെന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ അവരുടെ മുമ്പിൽ പോകാതിരുന്നാൽ പോരെ, അത് ഞാൻ ഏറ്റു, അല്ലാതെ ഈ കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ ബീരാൻ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്ക് പകുതി ആശ്വാസമാവാണ്. കാരണം ബീരാനോടൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. കെട്ട് കഴിയുമ്പോഴേക്കും ശ്രുതി ഭയങ്കരമായിട്ട് തിരക്ക് പിടിക്കുവാണ്. ശ്രുതി, ഷോപ്പ് തുറക്കണ്ടേ? എങ്ങനെയാ ഷോപ്പ് പൂട്ടിയിടുന്നത്? നമുക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ബാധ്യതകളുണ്ട്, വാ നമുക്ക് പോയി ഷോപ്പ് തുറക്കാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ശ്രുതിനെയും കൂട്ടി ശ്രുതി അവിടെ നിന്നും പോവാണ്. കാരണം ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ഇവരെ അവിടെ നിന്ന് മാറ്റണം. കാരണം ഇറങ്ങുന്ന ടൈമിൽ ഫാമിലീസ് മൊത്തം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബീരാൻ എന്തായാലും അവിടെ ഉണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് ശ്രുതിക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടി അവിടെ നിന്നും പോകാനുള്ള അടുത്ത പദ്ധതി തയ്യാറാക്കുവാണ് ശ്രുതി. അതുപോലെ തന്നെ അച്ഛനോടും രവീന്ദ്രനോടും പറയുന്നുണ്ട്, അങ്കിളുടെ മെഡിസിൻ ഒക്കെ കഴിക്കേണ്ടതല്ലേ, നമുക്ക് പോയാലോ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാ, കുറേ നേരം ഇരുന്നതല്ലേ, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം, നമുക്ക് പോവാൻ ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും ഇറങ്ങുവാണ്. അപ്പോൾ സച്ചിയും രേവതിയും പറയുന്നുണ്ട്, അച്ഛാ എന്നാൽ പിന്നെ ഞങ്ങളും ഇറങ്ങുക, കല്യാണമൊക്കെ ഏതായാലും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് സമാധാനമാവും. ഹാവൂ, എല്ലാവരും അങ്ങനെ ഇറങ്ങണേണ് എന്ന സന്തോഷത്തിൽ ഇവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് ഇവരൊക്കെ കാറി കയറി പോകുമ്പോഴേക്കും സച്ചിയും രേവതിയും പറയുന്നുണ്ട്, അല്ല രേവതി, നമ്മൾ അങ്കിളിനോട് പറഞ്ഞില്ലല്ലോ, അശോകൻ അങ്കിളിനോടൊന്ന് യാത്ര ചോദിച്ചിട്ട് പറയാം. അപ്പോൾ രേവതി പറയും, അങ്ങനെ നമുക്ക് ആ പെണ്ണിനെ ഒന്ന് അനുഗ്രഹിച്ചിട്ടും വരാം സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി വീണ്ടും തിരിച്ച് ഹോളിലോട്ട് കയറുവാണ്. ഇതൊന്നും നമ്മുടെ ശ്രുതി കാണുന്നില്ലേ. ആ ടൈം ആകുമ്പോഴേക്കും ഇവരവിടെ ഹോളിൽ നിന്നും പോയിട്ടുണ്ടാവും. എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് തിരിച്ചു എന്നുള്ളൊരു സമാധാനത്തിലാണ് ശ്രുതി പോകുന്നത്. പക്ഷേ സച്ചി രേവതിയും വീണ്ടും ഹോളിലോട്ട് തന്നെ പോകുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ബീരാനെയാണ്. കാരണം ബീരാൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന മാളുവിനെയും ഫെബിനെയാണ് സച്ചിൻ രേവതിയും കാണുന്നത്. ഈ കാഴ്ച കാണുമ്പോഴേക്കും അവരുടെ കണ്ണൊക്കെ തള്ളിപ്പോവാണ്. രേവതി പറയും, സച്ചിയേട്ടാ അത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ? അപ്പോൾ സച്ചി പറയും, അതേ രേവതി, ഇയാൾ എന്താ ഇവിടെ, നമുക്ക് അശോകൻ അങ്കിളിനോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അശോകൻ അങ്കിളിനോട് പോയിട്ട് സച്ചി രേവതിയും ചോദിക്കുന്നുണ്ട്. അതാരാന്ന് ചോദിക്കുമ്പോഴേക്കും അശോകൻ അങ്കിൾ പറയും, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, ചെക്കൻ്റെ മാമൻ വളരെ നല്ല ഒരു മനുഷ്യനാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഇറച്ചിക്കടയൊക്കെയുള്ള. അപ്പോൾ സച്ചി രേവതിയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുവാണേ, അതാണ് നമ്മുടെ ഫെബിൻ്റെ മാമൻ. എന്നിട്ട് ബീരാനെ അശോകൻ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ബീരാൻ ഈ സച്ചിനെ രേവതിനെയൊക്കെ കാണുന്നത്. ഇവരെ
അവരെ കാണുന്നത് ബീരാനും ഭയങ്കര ഷോക്കാവാണ്. കാരണം ഇവർ പോയെന്നോർത്തിട്ടാണ് ബീരാൻ മുമ്പിലോട്ടൊക്കെ വന്നത്. അപ്പോൾ കറക്റ്റ് സച്ചിന് രേവതിയുടെ മുമ്പിൽ തന്നെ പോയി പെട്ടപ്പോഴേക്കും ബീരാന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബീരാനെ നമ്മുടെ അശോകൻ അങ്കിള് സച്ചിക്കും രേവതിക്കുമായിട്ട് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. നാടകത്തിലൊക്കെ അഭിനയിക്കും, 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിൻ രേവതിയും കളിയാക്കി പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നാടകത്തിലൊക്കെ. ഒരു നാടകത്തിൽ ഇളയച്ചൻ്റെ വേഷം ചെയ്തായിരുന്നില്ലേ, അത് സൂപ്പറായിരുന്നു എന്ന് രേവതി പറയുമ്പോഴേക്കും ബീരാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പരിങ്ങി തലയും കുമ്പിട്ട് നിൽക്കുവാണ്. രേവതി സച്ചിയും ബീരാനെ മാക്സിമം കുത്തുന്നുണ്ട് അവിടെ നിന്ന്. പക്ഷെ ഒന്നും അവിടെ നിന്ന് തുറന്നു പറയുന്നില്ല. കാരണം ഒരു നല്ല കാര്യം നടന്നിരിക്കുമല്ലേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സച്ചി പറയുന്നുണ്ട്, ഇത്രയും പ്രശസ്തനായ ഒരാളെ നമുക്ക് ആദരിക്കണ്ടേ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, പിന്നെ പിന്നെ അതൊക്കെ വേണം സച്ചി ഏട്ടാ. അപ്പോൾ സച്ചി പറയും, നമുക്കെന്നാ ഇത്രയും പ്രശസ്തനായ ഒരാളാണ് ഫെബിൻ്റെ മാമൻ എന്നുള്ളത് വീട്ടിൽ പോയി കാണിച്ചു കൊടുക്കണ്ടേ രേവതി, മാമനെ നമുക്ക് അവിടെ വെച്ചൊന്ന് വേണ്ട വിധത്തിൽ സൽക്കരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇളയച്ചൻ്റെ കൈയും പിടിച്ച് സച്ചി കാറിലോട്ട് കയറ്റിക്കൊണ്ടുപോവാണ്. അപ്പോൾ ഇളയച്ചൻ പറയും, സച്ചി വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ സച്ചി, ഒരു നല്ല കാര്യം ഇവിടെ കഴിഞ്ഞിരിക്കുമല്ലേ, ഞാനൊരു ഇത്തരത്തിലുള്ള ഒരാളാണെന്നൊക്കെ മാളുൻ്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് മാത്രമല്ല എൻ്റെ വീട്ടുകാർക്ക് പോലും ഇങ്ങനൊരു കള്ളക്കളി ഞാൻ കളിക്കുന്നുണ്ടെന്ന് അറിയില്ല, സച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, എൻ്റെ പേര് ചീത്താക്കരുത്, നാട്ടുകാർക്കിടയിലൊക്കെ എനിക്ക് നല്ല പേരാന്ന് പറയുമ്പോഴേക്കും സച്ചിൻ രേവതിയും പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഞങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, സച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ കള്ളക്കളികളൊക്കെ ഏതായാലും ഞാൻ കൈയോടെ പിടിച്ചു, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബീരാനെയും കൂട്ടി സച്ചിൻ രേവതിയും നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. എന്നിട്ട് ബീരാനെ പുറത്ത് നിർത്തിയിട്ട് സച്ചിൻ രേവതിയും അകത്തോട്ട് കയറുവാണേ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സച്ചി ചടങ്ങുകളെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് പോയി, അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ പോയില്ല, ഈ വീട്ടിൽ കുറച്ച് ചടങ്ങ് തീർക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഈ വീട്ടിൽ എന്ത് ചടങ്ങാടാ സച്ചി ഉള്ളേന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുവേ, അതൊക്കെ ഞാൻ പറയാം, എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ, എല്ലാവരും ഒന്ന് വിളിക്കട്ടെ, ആ സുധി എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവർ മുറിയിലാന്ന് പറയുവാണ്. സച്ചി അപ്പോൾ സുധീനെയും ശ്രുതിനെയും എല്ലാവരെയും ഹോളിലോട്ട് വിളിച്ച് വരുത്തുവാണ്. സുധി ചീത്ത പറയുന്നുണ്ട്, എന്താ അമ്മേ എന്താ, ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഷോറൂം തുറക്കാൻ പോകാൻ നിൽക്കുമായിരുന്നു, ഇവൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവന് വേറെ പണിയൊന്നും ഇല്ലടാ, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, സച്ചി അങ്ങനെ വെറുതെ എല്ലാവരും ഒന്നും വിളിച്ചു കൂട്ടത്തില്ല, സച്ചി എന്താ കാര്യമൊന്ന് പറയടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ചിലവരുടെ മുഖംമൂടിയൊക്കെ എനിക്കിന്ന് വലിച്ചു കീറാനുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി നമ്മുടെ രേവതിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി രേവതി, നിന്റെ ഭർത്താവിന് എന്തോ മുഖംമൂടിയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വഴിയെ മനസ്സിലാവും, ചിലവരുടെ കള്ളക്കളികളൊക്കെ ഇന്ന് ഞങ്ങൾ കയ്യോടെ പൊക്കി എന്നൊക്കെ പറയുവാണ്. ശ്രുതിക്ക് അപ്പോൾ തന്നെ ഒരു ചെറുതായിട്ടൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ചില ചടങ്ങുകൾ ഇവിടെ ചെയ്യാനുണ്ടെന്ന്, ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു മുഖ്യ അതിഥി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, മുഖ്യ അതിഥിയോ, ആരാടാ അത്, അതൊക്കെയുണ്ട്, ഇന്നിവിടെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നതും ആ മുഖ്യ അതിഥി ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ സച്ചി പറയുന്നത്, ഒന്ന് ക്ലിയർ ആയിട്ട് പറയാന്ന് പറയുമ്പോൾ സച്ചി പറയും, ഞാൻ പറഞ്ഞില്ലേ ഇനി അയാൾ സംസാരിക്കും, ഞാൻ വിളിക്കാം മാമ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും, മാമനോ, ഏത് മാമൻ, അച്ഛൻ തന്നെ കാണ്, ഇപ്പോൾ വരും മാമൻ, മാമ എന്ന് വിളിക്കുമ്പോഴേക്കും നമ്മുടെ ഇളയച്ചൻ അകത്തോട്ട് കയറി വരുവാണ്. അപ്പോൾ ഇളയച്ചനെ കാണുന്നതും ചന്ദ്ര പറയുന്നുണ്ട്, മാമനോ, ഇത് ഇളയച്ചനല്ലേ, നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ. ശ്രുതിക്കും നമ്മുടെ ശ്രുതിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവാണ് ഇളയച്ചനെ കാണുമ്പോഴേക്കും. ശ്രുതി, നീ ഇളയച്ചൻ വരുന്ന കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ, ഇളയച്ചൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, അകത്തോട്ട് വാന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും നമ്മുടെ ശ്രുതിയും കൂടി പോയി ഇളയച്ചനെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഇളയച്ചൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, ഇവളെ ഒന്നും പറഞ്ഞില്ല, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണ കാര്യം ഞാൻ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവൾ വിളിച്ചു പറഞ്ഞല്ലേ, അതിനെപ്പറ്റി സംസാരിക്കാനായിരിക്കുമല്ലേ ഇളയച്ചൻ വന്നത്, എനിക്ക് മനസ്സിലായി, വാ ഇളയച്ച എന്ന് പറഞ്ഞിട്ട് ശ്രുതി കയ്യും പിടിച്ച് ഇളയച്ചനെയും കൂട്ടി ചന്ദ്രോദയത്തിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇളയച്ചനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു ബൊമ്മയെ പോലെയാണ് നിൽക്കുന്നത്. ശ്രുതി അതുപോലെ തന്നെയാണ്, ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മലേഷ്യ പോവാന്ന് പറഞ്ഞിട്ട് ഇതെപ്പോൾ എത്തി, ഇവളൊന്നും പറഞ്ഞുമില്ല ഞങ്ങളോട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇളയച്ചൻ പൈസ ആയിട്ട് വന്നതായിരിക്കുമല്ലേ, ശ്രുതി വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നല്ലേ. ബീരാൻ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുവാണേ. അപ്പോൾ ചന്ദ്ര അതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ അച്ഛൻ്റെ കേസിൻ്റെ കാര്യമൊക്കെ എന്തായി, കേസൊക്കെ ക്ലോസ് ആയോ, കിട്ടാനുള്ളതൊക്കെ ശ്രുതിക്ക് തന്നെ കിട്ടില്ലേ, അവർക്ക് ആകെ പൈസയുടെ വിചാരമാണ്, ഇതൊക്കെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, അച്ഛനും പോയി, ഇനിയിപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തുള്ളത് ഇളയച്ചനാ, ഇടക്കിടക്കൊക്കെ ഇങ്ങോട്ട് വന്നം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്.
ശ്രുതി എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട്, ഇളയച്ചൻ ഇതെപ്പോൾ വന്നു? എന്നോട് ഒന്ന് വിളിച്ച് പറഞ്ഞു പോലുമില്ലല്ലോ. അതല്ല, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇങ്ങോട്ടായിട്ട് വന്നതല്ല പാലറേട്ടത്തി, ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നതാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് സച്ചിയെ. എന്നിട്ട് എങ്ങനെയെങ്കിലും വിഷയം തിരിച്ചുവിടാൻ ശ്രുതി നോക്കുന്നുണ്ട്. ഇളയച്ചൻ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതായിരിക്കും. ഇളയച്ചനെ അവർ ഡിസ്റ്റർബ് ചെയ്തല്ലേ ഈ സച്ചിൻ രേവതിയും കൂടി? എന്തെങ്കിലും മീറ്റിങ്ങിന് വന്നതാണോ ഇളയച്ച എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പാലരട്ടത്തി ഇങ്ങനെ ഇളയച്ച ഇളയച്ച എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ ഇളയച്ചനെ വേറൊരാളുടെ മാമനും കൂടിയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനൊക്കെ ഇങ്ങനെ സച്ചിയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. വേറൊരാളുടെ മാമനോ? നീ എന്താടാ സച്ചി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇത് നമ്മുടെ അശോകനങ്കളുടെ മോളെ കല്യാണം കഴിച്ചില്ലേ ഫെബിൻ, ആ ഫെബിൻ്റെ മാമനാണ് ഈ ഇരിക്കുന്ന ബീരാൻ, അതായത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവരെ. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഈ സച്ചി എന്തൊക്കെയാ പറയുന്നത്? ഫെബിൻ്റെ മാമൻ ശ്രുതിയുടെ ഇളയച്ചനാണെന്നോ? അപ്പോഴേക്കും രവീന്ദ്രനും എല്ലാവരും ആകെ കൺഫ്യൂഷനിലാണ്. രേവതി അപ്പോൾ രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ, അശോകനങ്കൾ കുറേ നേരം നമുക്ക് ഫെബിൻ്റെ മാമനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോളെ, പക്ഷെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ലല്ലോ. എന്നാൽ അയാളാണ്, ആ ഫെബിൻ്റെ മാമനാണ് ഈ ഇരിക്കുന്ന ബീരാനെന്ന് പറഞ്ഞിട്ട് രേവതിയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ ഈ ശ്രുതിയുടെ ആൾക്കാർ ബന്ധുക്കളും ഫെബിൻ്റെ ആൾക്കാരും ഒന്നാണോ? ഇവർ ബന്ധുക്കളാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ, ഈ അച്ഛനെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? അച്ഛാ, ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിലാണ് ഈ ബീരാനെ കണ്ടത്. അപ്പോൾ കയ്യോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയുടെ ഇളയച്ചൻ അതിന് മലേഷ്യയിൽ നിന്നല്ലേ വന്നിരിക്കുന്നത്? നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അതെ, മലേഷ്യയിൽ വലിയ ബിസിനസ്സുകാരനാണ് ശ്രുതിയുടെ ഇളയച്ചൻ. ശ്രുതിയുടെ ഇളയച്ചൻ എവിടെ കിടക്കുന്നു? അശോകൻ അങ്കിളുടെ ഫാമിലി എവിടെ കിടക്കുന്നു? ഇവൻ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പരിങ്ങുവാണ്. അച്ഛാ, ഈ ഇളയച്ചൻ്റെ നാടും വീടും ഒക്കെ എവിടെയാണെന്ന് അച്ഛൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നമുക്കറിയാലോ, മലേഷ്യയിൽ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, മലേഷ്യയിൽ ഇങ്ങനെ പോയിട്ട് പോലുമില്ല, മലേഷ്യ കണ്ടിട്ട് പോലുമില്ല, എന്തിന് പാസ്പോർട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഈ സച്ചി എന്തൊക്കെയാണ് പറയുന്നത്? കള്ള് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവനെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ കള്ളൊന്നും കുടിച്ചിട്ടില്ല, നല്ല വ്യക്തമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഫെബിൻ്റെ മാമൻ എന്ത് ഇറച്ചിക്കടയാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ, ആ ഇറച്ചിക്കട വെച്ചിരിക്കുന്ന മാമനാണ് ഈ നിൽക്കുന്ന ബീരാനെന്ന് രേവതി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശ്രുതിയുടെ ഇളയച്ചൻ അപമാനപ്പെടുത്താൻ വേണ്ടി ഇവർ ഓരോന്നും ചെയ്യുന്നതാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ ആരെയും അപമാനപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല, സത്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛാ, ഞാനന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി ചിക്കൻ മേടിച്ചുകൊണ്ടും വന്നില്ലേ, അത് ഈ ഇളയച്ചൻ്റെ കടയിൽ നിന്നാണ്. പക്ഷേ അന്നത് ഈ ഇളയച്ചനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, മുഖമൊക്കെ മൂടിയാണ് നിപ്പുണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടിൽ തന്നെ ഫേമസ് ഇറച്ചിക്കടയാണ് ഇവരുടെ എന്നൊക്കെ രേവതി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ബീരാനെ. ശ്രുതി എന്നിട്ട് ഇളയച്ചൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാൻ നോക്കുവാണേ. ഈ സച്ചി മനഃപൂർവ്വം എൻ്റെ ഇളയച്ചൻ അപമാനപ്പെടുത്താൻ നോക്കുക. വാ ഇളയച്ച, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇളയച്ചനെയും കൂട്ടി ശ്രുതി പോകാൻ നേരത്ത് സച്ചി പിന്തിരിപ്പിക്കുന്നുണ്ട്, എൻ്റെ പാലറേട്ടത്തി എവിടെ പോവാ, ഇവിടെ നിൽക്ക്, ഈ ഇളയച്ചനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് തല വേദന എടുക്കുന്നത്, നിങ്ങളൊക്കെ എന്താ ഇവിടെ പറഞ്ഞു കൂട്ടുന്നത്, ഒന്ന് ആരെങ്കിലും വ്യക്തമായിട്ട് പറയാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇനി പറയാനുള്ളതൊക്കെ ഈ ഇളയച്ചൻ തന്നെ പറയും എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇത്രയും നാൾ നിങ്ങളൊരു കുടുംബത്തെയാണ് പറ്റിച്ചുകൊണ്ടിരുന്നത്, ഇനിയെങ്കിലും കുറച്ച് സത്യങ്ങൾ പറയുമ്പോഴേക്കും ബീരാൻ നടന്ന കാര്യങ്ങളൊക്കെ കുടുംബത്തോടായിട്ട് പറയുവാണ്. എനിക്ക് ഇവരുടെ സുഹൃത്ത് മീരയെ അറിയാം, മീര ഒരു പ്രാവശ്യം എനിക്ക് സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇവളെ പരിചയപ്പെടുത്തി തന്നു, ഇവളുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കണം, അഭിനയം കണ്ടാലേ സിനിമയിൽ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അത് നിങ്ങളെ കുടുംബത്തെ പറ്റിക്കുകയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഇളയച്ചൻ എല്ലാവരുടെ മുമ്പിലും തുറന്നു പറയുവാണ്. ശ്രുതി അങ്ങനെ നിന്ന് വിയർക്കുവാണ് അവിടെ നിന്ന്. സച്ചി പറഞ്ഞതൊക്കെ സത്യമാണ്, എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, എനിക്ക് ഇറച്ചിക്കടയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല, ഞാൻ ഫെബിൻ്റെ മാമന, ഇറച്ചി വെപ്പനാണ് എൻ്റെ പണി എന്നൊക്കെ പറയുവാണ്. പിന്നെ അങ്ങനെ എല്ലാ സത്യങ്ങളും പറഞ്ഞ് ഇവരോട് കാല് പിടിച്ച് മാപ്പൊക്കെ പറയുന്നുണ്ട് ബീരാൻ. ശ്രുതി നിന്ന് അവിടെ പൊട്ടിക്കരയുവാണ്. ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ കലിതുള്ളി നിൽക്കുവാണ്. അങ്ങനെ സത്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും എല്ലാവരും ആകെ തകർന്നു പോവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു കുടുംബത്തെയാണ് പറ്റിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു, മലേഷ്യക്കാരനാണെന്നൊക്കെ പറഞ്ഞതൊക്കെ. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, അതൊക്കെ ശ്രുതി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശ്രുതി മലേഷ്യയിൽ നിന്നല്ലേ വന്നത്, ശ്രുതിയുടെ അച്ഛൻ പണക്കാരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബീരാൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല മോനെ, അതേപ്പറ്റി ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല അവളോടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചൂടാവുന്നുണ്ട്,
നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, നിങ്ങളും ഒരു കുടുംബത്തെ പറ്റിക്കാൻ കൂട്ടുനിന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, അഭിനയം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അപ്പോൾ അഭിനയിക്കാൻ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞ് ഇവരെന്നെ ഇതിൽ പെടുത്തിയതാ, എനിക്കറിയില്ലായിരുന്നു ഇതൊരു കുടുംബത്തെ പറ്റിക്കുന്ന കാര്യമാണെന്ന്, എന്നോട് ക്ഷമിക്കണം, ഞാൻ പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്തത്, അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല, സത്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഇതിൽ നിന്നും പിന്തിരിയാൻ ശ്രമിച്ചായിരുന്നു ഞാൻ, പക്ഷേ എൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു അവൾ വന്ന് നിന്നപ്പോൾ അവൾക്കൊരു സഹായം ആവുമെങ്കിൽ ചെയ്തു കൊടുക്കാമല്ലോ എന്നോർത്ത് ഞാൻ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ബീരാൻ ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ്. ഇയാളെ ഇപ്പം തന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കണം, അച്ഛാ പോലീസിനെ വിളിക്കച്ചാന്ന് പറയുമ്പോഴേക്കും സച്ചി തടയുന്നുണ്ട്. പോലീസിനെ പിടിച്ചേൽപ്പിക്കണമെങ്കിൽ ആദ്യം നിൻ്റെ ഭാര്യയെ പിടിച്ചേൽപ്പിക്കണം, കാരണം നിൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്കും അത് ശരിയായിട്ട് തോന്നുവാണേ. പിന്നെ ഇളയച്ചൻ എല്ലാവരോടും സോറി പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, മോളെ ഇത്രയും നാൾ നീ കള്ളങ്ങളുടെ പുറത്താണ് ജീവിച്ചത്, ഇനിയെങ്കിലും സത്യങ്ങൾ പറഞ്ഞ് ജീവിക്കാൻ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഇളയച്ചൻ അവിടെ നിന്നും പോവാണ്. പിന്നെ അവിടെ ഒരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. സച്ചി പറയുന്നുണ്ട്, എടാ ശ്രുതി, ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിശാലി നീയാണെന്നല്ലേ പറയാറ്, പുറത്ത് ബോർഡും വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് നിൻ്റെ ഭാര്യയുടെ പേര് അവിടെ ഫ്ലെക്സ് അടിച്ചു വെക്ക്, കാരണം ഒരു കുടുംബത്തെ മൊത്തത്തിൽ അവൾ ഒരു വർഷത്തോളമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശാലി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രവീന്ദ്രനും നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട് ശ്രുതിനോട്. നിന്നോട് ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞല്ലേ, അന്ന് ആ നീലിമയുടെ കാശിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ ഒരുപാട് ഉപദേശിച്ചു, എന്താ നീ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്, ഞങ്ങളെ എല്ലാവരെയും മണ്ടന്മാരാക്കുമായിരുന്നോ, അതൊക്കെ കണ്ട് നീ രസിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പരിക നശിക്കുമ്പോഴേക്കും ചന്ദ്രയും പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒരുപാട് തല്ലുന്നുണ്ട് ശ്രുതിയെ, ഇറങ്ങിപ്പോടി, നീ മലേഷ്യക്കാരിയാണ് പണക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ, അത് കണ്ട് നീ ഉള്ളിൽ ചിരിക്കുമായിരുന്നല്ലേ ഒരു കള്ളി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ മുടിക്കൊക്കെ പിടിച്ച് പുറത്താക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി സോറി പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇനി വാ തുറന്ന ഈ ചന്ദ്ര ആരാണെന്ന് നീ ശരിക്കും അറിയും, ഇറങ്ങിപ്പോടി, ഇനി നീ എൻ്റെ മുമ്പിൽ വന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ് പുറത്താക്കാൻ നോക്കുമ്പോഴേക്കും ശ്രുതി പോകുന്നില്ലേ, ഇല്ല ഞാൻ എൻ്റെ ശ്രുതിയെ വിട്ട് എവിടെയും പോകില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഇതൊക്കെ നിനക്കും അറിയാമായിരുന്നോ, അത് ഇളയച്ചനല്ലെന്നുള്ള കാര്യം നിനക്കും അറിയാമായിരുന്നു, ഇവിടെ മലേഷ്യക്കാരിയല്ലെന്ന് നിനക്കും അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാനും എല്ലാം അറിയുന്നത്, ഞാൻ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത് പോലും എന്ന് ഓർത്തിട്ട് എനിക്കിപ്പോൾ സംശയമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. ശ്രുതിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ശ്രുതിയെ കാണുമ്പോഴേക്കും ചന്ദ്രക്ക് ഭ്രാന്ത് പിടിക്കുവാണ്. ഒന്നുകൂടെ ശ്രുതിയെ ഒരുപാട് തല്ലിയിട്ട് ബാഗും സാധനങ്ങളെയൊക്കെ പുറത്തെടുത്ത് വലിച്ചെറിയുന്നുണ്ട്. ശ്രുതി പക്ഷേ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടൊന്നും ചന്ദ്രയുടെ മനസ്സലിയുന്നില്ല, കാരണം ഒരു വർഷത്തോളമായിട്ട് കുടുംബത്തെ മൊത്തം പറ്റിക്കുമായിരുന്നില്ലേ. അങ്ങനെ ശ്രുതിയെ ചവിട്ടി പുറത്താക്കുവാണ് ചന്ദ്രോദയത്തിൽ നിന്നും. ആരും ഒന്നും എതിർത്തൊന്നും പറയുന്നില്ല, കാരണം അത്രയും വലിയൊരു തെറ്റാണല്ലോ നമ്മുടെ ശ്രുതി ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പനീർപ്പൂവിൽ ഉടൻ വരാൻ പോകുന്ന കാഴ്ചകൾ. ശ്രുതിയുടെ മലേഷ്യ കഥയും ഇളയച്ചൻ്റെ കഥയൊക്കെ അടുത്ത ആഴ്ചയിൽ അവസാനിക്കുകയാണ്. ഏതായാലും ഇതിലിനി ശ്രുതി ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊന്നും പോകുന്നില്ല. ശ്രുതിയുടെ ഈ കള്ളത്തരം ഇവിടെ പൊളിയുവാണ്. ഇനി അടുത്തത് നമ്മുടെ ശ്രുതിയുടെ കല്യാണത്തിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെയാണ്. അതും ഉടനെ തന്നെ സച്ചിയും രേവതിയും കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ വരും ആഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.